ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായ 3 ചക്കക്കുരു വിഭവങ്ങളുമായിട്ടാണ്. ചക്കക്കുരു കൊണ്ട് ഒരു പൊടി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചക്കക്കുരു പായസം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചക്കക്കുരു കൊണ്ട് ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മസാലക്കടല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചക്കക്കുരു മസാല ചക്കക്കുരു എന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഫ്രൈ ആണ്, തികച്ചും വ്യത്യസ്തമായ ഒരു ഐറ്റമാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മസാല എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ മസാലക്കടലയായിട്ടൊക്കെ വറുത്ത് വാങ്ങിക്കുന്ന സംഭവം. ഇത് കുറിക്കാൻ നല്ലൊരു ഐറ്റമാണ്, മിക്സർ പോലെയൊക്കെ കഴിക്കാം. എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ നോക്കാം. ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചെയ്യാൻ. നല്ല ടേസ്റ്റിയാണത്. 4 മണി ചായൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കുറിക്കാൻ നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു നല്ല കുഞ്ഞായിട്ട് ഇതാ അരിഞ്ഞിട്ടുണ്ട്. തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ കടല കുറയ്ക്കൂലേ, അതുപോലെ തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം എടുക്കാൻ. അതിലേക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് കടലമാവാണ്. ഒരു 2 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഉപയോഗിക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനെടുത്തത്, കാശ്മീരി മുളകാണ്. ഗരം മസാല പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം തളിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. പക്ഷേ നമ്മൾ മാവിൽ മുക്കി പൊരിക്കണ പോലെ അങ്ങനെ ആയി പോകരുത്. പുട്ടിനൊക്കെ പൊടി നനയ്ക്കണ പോലെ ആവാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഏറിക്കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതങ്ങ് ചക്കക്കുരു എല്ലാം അങ്ങനെ കൂട്ടി ഒട്ടിപ്പോവും. അപ്പം അങ്ങനെ ആവരുത്. എന്നാൽ ഈ മസാലപ്പൊടികളെല്ലാം ഇതിൽ പിടിക്കുകയും വേണം. നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് എണ്ണയിൽ വറുത്ത് കോരുന്നുണ്ട്. വെളുത്തുള്ളി നമ്മൾ മിക്സറൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അതിൽ വെളുത്തുള്ളി ചതച്ച് ഫ്രൈ ചെയ്തത് കണ്ടിട്ടില്ലേ, അതുപോലെ കുറച്ച് വെളുത്തുള്ളി വറുത്ത് കോരുന്നുണ്ട്. ഇത് ആദ്യം വറുത്ത് കോരണം, എന്നിട്ട് ആ എണ്ണയിൽ വേണം നമ്മൾ ചക്കക്കുരു ഉണ്ടാക്കാൻ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒരുമിച്ചാണ് വറുത്ത് കോരുന്നത്. അത് നല്ല സ്പൈസി ഒരു സ്മെല്ല് കിട്ടാനും ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ നല്ലതാണ്. മിക്സറിലൊക്കെ ഉണ്ടാവുന്നത് പോലെ, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മിക്സർ വാങ്ങുമ്പോൾ ഉണ്ടാവുമല്ലോ, അതുപോലെ മിക്സറിൽ ഇതുപോലെ തന്നെ കറിവേപ്പിലയും ഉണ്ടാവും. എന്നിട്ട് ആ എണ്ണയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൊടികളെല്ലാം ഇതിലൊന്ന് കോട്ട് ചെയ്ത് കിടക്കണം. എന്നിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഒരുപാട് സമയം കിടന്ന് വേവണ്ട, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട്, ചക്കക്കുരുവിന് ഒരുപാട് വേവൊന്നുമില്ല. നമുക്ക് തോന്നും കട്ടിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരുപാട് വേവുണ്ടെന്ന്. പക്ഷേ ഒരുപാട് സമയം വേവൊന്നും വേണ്ട. ഒരുപാട് സമയം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കടിച്ചാൽ അത് പൊട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. ഒന്ന് ഇളക്കിയിട്ടിട്ട് 2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ വെന്ത് കിട്ടും ചക്കക്കുരു. നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. ഇട്ടുടനെ തന്നെ ഇളക്കണ്ട. ഇട്ടുടനെ തന്നെ ഇളക്കി കഴിഞ്ഞാൽ ഈ മസാലപ്പൊടികളെല്ലാം ആ കോട്ടിങ് അതിൽ വന്ന് എണ്ണയിലേക്ക് പോവും. അപ്പോൾ കോട്ടിങ് അതിലൊന്ന് പിടിച്ചോട്ടെ, മസാലയുടെ ആ കോട്ടിങ് ഒന്ന് പിടിച്ചോട്ടെ. അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് 2-3 തവണകളായിട്ട് ഇടേണ്ടി വരും. 1 കപ്പാകുമ്പോൾ ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ വറുത്ത് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, ചതച്ചിട്ട് വറുത്തെടുത്ത വെളുത്തുള്ളിയാണ്, അതും കറിവേപ്പിലയും പിന്നെ ഈ ചക്കക്കുരുവും കൂടി അങ്ങ് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, തികച്ചും വെറൈറ്റിയാണ്. ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഒരു ഐറ്റമാണത്. ഒറ്റയടിക്ക് ചക്കക്കുരു ആണെന്നേ തോന്നൂല. 4 മണി ചായൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് വെറുതെ കുറിക്കാനും ഒക്കെ നല്ലൊരു സംഭവമാണ്. ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഞാനതെല്ലാം മിക്സ് ചെയ്തു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തത് ചക്കക്കുരു കൊണ്ട് പായസമാണ്. പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. വളരെ കുറച്ച് ചക്കക്കുരു മതി, എന്നാൽ തന്നെ ഒരുപാട് പായസം ഉണ്ടാക്കാൻ പറ്റും. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതിലേക്ക് ഞാൻ ഒരു 15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. 15 ചക്കക്കുരു എടുത്താൽ തന്നെ ഒരു 10 ഗ്ലാസോളം പായസം ഉണ്ടാവും, ചെറിയ ഗ്ലാസ്സിന്. അത് വേവിച്ചുടയ്ക്കണതാണല്ലോ. അപ്പോൾ ആ പുറത്തുള്ള തൊലി കളയണം, വൈറ്റ് കളറിലുള്ള തൊലി കളയണം, ഉള്ളിലുള്ള തൊലി കളയരുത്, ആ ബ്രൗൺ കളറിലുള്ള തൊലി കളയരുത്. അങ്ങനൊരു 15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഞാനത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് വേണം, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. എത്ര വിസിലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 3 വിസിലൊക്കെ കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം വേണം നമുക്കത് അരച്ചെടുക്കാൻ.
ഇപ്പോൾ അത് ഞാൻ വേവിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഒരുപാട് അങ്ങ് പേസ്റ്റായിട്ട് അരിഞ്ഞു പോകരുത്. കുറച്ച് കുറച്ച് ചെറിയ ചെറിയ തരികൾ അതിലുണ്ടാവണം. പായസമാണല്ലോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയ ചെറിയ തരികൾ ഉണ്ടാവണം. നന്നായിട്ട് പേസ്റ്റായിട്ട് അരിഞ്ഞു പോകരുത്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഞാൻ 15 ചക്കക്കുരു ഉള്ളത്. അതിലേക്ക് ഞാനൊരു 4 ശർക്കരയാണ് എടുത്തത്. ശർക്കര ഉരുക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉരുക്കിയിട്ട് ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. കല്ലൊക്കെ അതിൻ്റെ അടിയിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അരിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാൻ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. ചക്കക്കുരു എല്ലാവർക്കും അറിയാം, നല്ല ഹെൽത്തിയാണ്. പലർക്കും കഴിക്കാൻ മടിയാണ്, പക്ഷേ നല്ല ഹെൽത്തിയാണിത്. ശർക്കര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടുപ്പിൽ വെച്ചിട്ട് തന്നെ അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പാത്രത്തിൽ പിടിച്ച് കളയും. കാരണം ചക്കക്കുരു നമ്മൾ അരച്ചല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ശരിക്കും ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു 3 കപ്പ് രണ്ടാം പാൽ ഒഴിക്കുന്നുണ്ട്. 3 കപ്പ് രണ്ടാം പാൽ ഒഴിക്കുന്നുണ്ട്. ഒരു 15 ചക്കക്കുരുവാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് വരുന്നൊരു പായസമാണ്. നമ്മൾ ചെറുപയർ പരിപ്പ് പോലെയൊക്കെ പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ ഞാൻ 3 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട്. പാത്രം ഇപ്പോഴേ നിറഞ്ഞു വന്നു കഴിഞ്ഞു. പെട്ടെന്ന് തിക്കായി വരും ഇത്. ഞാൻ തേങ്ങ പാലെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ അരച്ചപ്പോൾ 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഏലക്കായ ഇടുന്നില്ല. തേങ്ങാപ്പാലിൽ ഏലക്കായ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇപ്പോൾ ഏലക്കായ ഇടാത്തത്. അപ്പം ഞാൻ പാത്രം ജസ്റ്റ് ഒന്ന് മാറ്റി. കാരണം നേരത്തെ വെച്ച പാത്രത്തിൽ അത് ഒരുപാടുള്ളതുകൊണ്ട് ആ പാത്രത്തിൽ കൊള്ളണില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി. ഒന്ന് ആ ശർക്കരയും തേങ്ങാപ്പാലും ചക്കക്കുരും ഒക്കെ കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ഒന്നാം പാലാണുള്ളത്. വളരെ സിമ്പിളാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ പായസം റെഡിയാവും. ഇപ്പോൾ കണ്ടോ, ഇത്ര പണിയേ ഉള്ളൂ. കാരണം നമ്മൾ അരയ്ക്കുന്നത് കാരണം പിന്നെ ഒരു പണിയില്ല ശരിക്കും പറഞ്ഞാൽ. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളച്ച് മറിയണം എന്നില്ല. ജസ്റ്റ് തിളക്കുമ്പോഴേക്കേ നമുക്ക് എടുക്കാം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും ചക്കക്കുരു അരച്ചതായതുകൊണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഏലക്കായ ഞാൻ നേരത്തെ പറഞ്ഞു തേങ്ങാപ്പാൽ പിഴിഞ്ഞപ്പോൾ ഇട്ടിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ചുക്കിൻ്റെ പൊടിയും കൂടി ഇടുന്നുണ്ട്. ചക്കക്കുരുവിൻ്റെ ഈ പുറത്തുള്ള തൊലി ഒരിക്കലും കളയരുത്. അത് ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ചെറുതായിട്ട് ഇങ്ങനെ തിള വന്നു തുടങ്ങി. അപ്പോൾ ഓഫ് ചെയ്യാം നമുക്ക്. പായസം ഏകദേശം റെഡിയായി. ഇതിലേക്ക് നമ്മളിനി തേങ്ങാക്കൊത്ത് വറുത്തിടുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ തേങ്ങാക്കൊത്ത് ഓൾറെഡി വെച്ച് കഴിഞ്ഞു. നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് അങ്ങിട്ടാൽ പായസം റെഡിയായി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കാരണം ഒറ്റയടിക്ക് കഴിക്കുമ്പോൾ ചക്കക്കുരു ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും. കാരണം ഇത് ചക്കക്കുരു ആണെന്ന് അറിയൂലല്ലോ. തേങ്ങാക്കൊത്തൊരു ഇളം ബ്രൗൺ കളറാകുമ്പോൾ ഇട്ട് കൊടുക്കുക. അതോടുകൂടി പായസം റെഡിയാവും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ചക്കക്കുരു എടുത്താൽ മതി. 10 ചക്കക്കുരു എടുത്താൽ തന്നെ അത്യാവശ്യം 3-4 പേർക്ക് കഴിക്കാനുള്ള പായസം ഉണ്ടാവും. അപ്പോൾ അതാ പായസം റെഡിയായി. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ചക്കപ്പായസം നമ്മൾ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും, ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ചക്കക്കുരു കൊണ്ട് അധികം കാണാറില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ചക്കക്കുരു കൊണ്ട് പൊടിയാണ്. ചക്കക്കുരു എങ്ങനെ പൊടിച്ചെടുക്കാമെന്നാണ്. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഇത് മാത്രം ഉപയോഗിച്ച് പുട്ടുണ്ടാക്കണം എന്നില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ 50-50 ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവിക്കണം. അടുപ്പത്ത് വെച്ച തിളച്ച വെള്ളത്തിലേക്കാണ് ഞാൻ ചക്കക്കുരു ഇട്ട് കൊടുത്തത്. ഇനി അത് അത്യാവശ്യം കുറച്ച് സമയം കിടന്നിട്ട് ഒരു 5-10 മിനിറ്റ് കിടന്ന് നന്നായിട്ട് വെന്തിട്ട് ആ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ചക്കക്കുരൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, തൊലിയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ പുറത്തുള്ള തൊലി കളഞ്ഞെടുക്കാൻ നല്ല ഈസിയാണ് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഞാൻ ആ തൊലിയെല്ലാം ഒന്ന് കളയുകയാണ്. വെള്ളം വാർത്ത് കഴിഞ്ഞാൽ നമുക്ക് കളയാൻ ഈസിയാണ്. അല്ലെങ്കിൽ ആ ഒരു കൊഴുപ്പ് ഉണ്ടാവില്ല ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള. അപ്പം ഞാൻ ആ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞു. ഇത് കണ്ടോ, തൊലി അതിൻ്റെ അപ്പുറത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ തൊലി മൊത്തം കളഞ്ഞു. ഞാൻ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്കാണ് ഇപ്പോൾ അത് പരത്തിയിട്ടിട്ടുള്ളത്. ഇതൊന്ന് ഉണക്കി 2-3 ദിവസം എടുക്കും കേട്ടോ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കുന്നതിന് മുമ്പ് ഞാനിതൊന്ന് കുത്തിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളെ ഇഞ്ചിയൊക്കെ ചതക്കണ അമ്മിക്കല്ലുണ്ടല്ലോ, ചെറിയ
അമ്മി നമ്മൾ അടുക്കളയിൽ വെക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ, അതിലിട്ടിട്ട് ഒന്ന് കുത്തിയിട്ട് ഞാൻ ഇപ്പോൾ വെയിലത്ത് വെച്ചിട്ടുണ്ട്. പക്ഷികൾ, പ്രാവുകൾ അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു വല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഉണക്കി കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് പൊടിക്കാം. ഞാനിപ്പോൾ ഒരു ദിവസം ഉണക്കിയിട്ടൊന്ന് അകത്തേക്ക് എടുത്തു കൊണ്ടുവന്നു. ഇപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചു. ആദ്യത്തെ ദിവസം ഉണക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പൊടിക്കുക. ഇപ്പോൾ അതാ മിക്സിയിൽ ഞാൻ പൊടിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ദിവസം കൂടി വീണ്ടും ഉണക്കി. അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. 2-3 ദിവസം ഉണക്കിയിട്ട് ഞാൻ മിക്സിയിൽ പൊടിച്ചിട്ട്, ഇതാ പുട്ടിനൊക്കെ നമ്മൾ പൊടി പൊടിച്ചിട്ട് തരിക്കൂലേ, അതുപോലെ തരിക്കണ ഇതാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. പുട്ടിൻ്റെ തരിപ്പയിലാണ് ഞാൻ തരിച്ചത്. നല്ല പൊടിയാണ്. പുട്ട് നല്ല ടേസ്റ്റാണ്. ഇത് മാത്രമായിട്ട് പുട്ടുണ്ടാക്കണം എന്നില്ല. ഇത് ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. റാഗി പോലെയൊക്കെയാണ്. അപ്പോൾ ചിലർക്കൊന്നും റാഗിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ കൂടെ ഇപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ഇത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.